ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ നടക്കുന്ന, അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. മുന്തിരിത്തോട്ടത്തിലെ കർഷകരുടെ ഉപമ. സ്വാർത്ഥതകൾക്ക് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യുന്ന കാലഘട്ടമാണ്. എൻ്റേതാക്കണം, സ്വന്തമാക്കണമെന്ന ചിന്ത വരുമ്പോൾ, സ്വാർത്ഥത കടന്നു വരുമ്പോൾ പിന്നെ ബന്ധങ്ങളില്ല, അതുപോലെ സ്നേഹങ്ങളില്ല. അതല്ലേ മുന്തിരിത്തോട്ടത്തിലും സംഭവിച്ചത്. ആ കൃഷിത്തോട്ടം അവരുടേതാക്കണം. അവരാദ്യം ചെയ്തത് എങ്ങനെയാ? വന്നവരെ അടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നെ അപമാനിക്കാൻ തുടങ്ങി, പിന്നെ മുറിപ്പെടുത്താൻ തുടങ്ങി, അവസാനം കൊലപാതകം വരെ നടത്തി. നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് സംഭവിക്കണേ. സ്വത്തിനു വേണ്ടി, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി അവസാനം നമ്മൾ പോകാത്ത വഴികളുണ്ടാകില്ല, ചെയ്യാത്ത കാര്യങ്ങളുണ്ടാകുകയില്ല. നമ്മൾ പിന്നെ ഒരു മനുഷ്യനല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നൊരു കാലഘട്ടം. നമ്മൾ ചിന്തിച്ചു നോക്കാം. ഭാര്യയാണെന്നോ, ഭർത്താവാണെന്നോ, മക്കളാണെന്നോ, മാതാപിതാക്കളാണെന്നോ ഒന്നും ചിന്തയുണ്ടാകില്ല. എല്ലാവരെയും നശിപ്പിക്കുക, കിട്ടുക, അതെൻ്റേതാക്കുക, എൻ്റേത് മാത്രമാക്കുക. ആ ചിന്ത വരുമ്പോൾ തന്നെ എടുത്തു കളയാൻ പരിശ്രമിക്കുക. സ്വാർത്ഥത എവിടെ വരുന്നു, അത് എടുത്തു കളയാൻ പരിശ്രമിക്കുക. അത് കളഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു കെണിയായിട്ട് മാറും. കുടുംബം നശിക്കും. ഓർക്കുക, അതുകൊണ്ട് ഒന്നും നേടാനില്ല കേട്ടോ. ഒന്നും നേടാൻ പറ്റില്ല. വേദനിക്കുക, കണ്ണുനീരും മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് നേടുന്നതൊക്കെ വെറുതെ ആയിരിക്കും. നിങ്ങൾ ചതി കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യം കൊണ്ട് നേടുന്നതൊക്കെ വെറുതെ ആയിരിക്കും. ആ കണ്ണുനീര് വീണ് വാങ്ങുന്നതെല്ലാം സമാധാനം ഉണ്ടാകില്ല, സ്വസ്ഥത ഉണ്ടാകില്ല നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് സ്വാർത്ഥത എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ മനസ്സിൽ വരും. എൻ്റേതാക്കണം, മറ്റുള്ളവനെ തോൽപ്പിച്ച് എൻ്റേതാക്കണം, ഒന്നാം സ്ഥാനം നേടണം, അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ സ്വത്തും കൂടി എനിക്ക് നേടണം, അല്ലെങ്കിൽ ആ പണം കൂടി എനിക്ക് നേടണം, അപ്പനെയും അമ്മയും ആ എഴുതി ഒപ്പിട്ട് വാങ്ങണം എന്നൊക്കെ ചിന്ത വരും. ഓർക്കുക, ഇതെനിക്കുള്ളതാണോ, ഞാൻ ചെയ്യുന്ന നീതിയാണോ എന്ന ചിന്തയും കൂടി എനിക്ക് ഓർമ്മ വരട്ടെ.